അസ്സലാമലൈക്കും, നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത് കുമ്പളങ്ങ വെച്ചിട്ടുള്ളൊരു തോരനാണ്. നല്ല ടേസ്റ്റാണ് ഈ കുമ്പളങ്ങ തോരൻ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ല കഴുകിയിട്ട് നല്ല ചെറുതാക്കി കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളയട്ടെ. ഞാൻ തോലൊക്കെ ഒന്ന് കളഞ്ഞു, നല്ല കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കാണിക്കാം. നല്ല നൈസായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ. ഇതുപോലെ നല്ല നൈസായിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലൊന്ന് ഉപ്പിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അടച്ചു വെക്കാം, ഒന്ന് മാറ്റി വെക്കാം. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊന്ന് ഈ ഉപ്പ് കുമ്പളങ്ങയിൽ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഇത് ഇങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കുക. അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഒരു 2 കൈപ്പിടി തേങ്ങ, കുറച്ച് കാന്താരി മുളക്, കറിവേപ്പില, വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഉപ്പേരിക്കൊക്കെ തേങ്ങ വെക്കുമ്പോൾ ചെറിയ ചുവന്നുള്ളിയാണല്ലോ എടുക്കുക. ഇതിലേക്ക് കുമ്പളങ്ങ തോരനിലേക്ക് വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. വെളുത്തുള്ളിൻ്റെ ഫ്ലേവറാണ് ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത് മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. നല്ല ഒന്ന് പേസ്റ്റാക്കി അരയണ്ട, ഒന്ന് ഒതുങ്ങിയാൽ മതി. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, ഒരു 8-10 അല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തു. ഇനി ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് കുമ്പളങ്ങ എടുത്തിട്ട് ഇതിലൊക്കെ വെള്ളം വന്നിട്ടുണ്ടാവും, വെള്ളം പീഞ്ഞെടുക്കണം. അപ്പം അതിൻ്റെ ഇത് നല്ലൊന്ന് കയ്യിൽ വെച്ചിട്ട് നല്ല മുറുക്കി പീഞ്ഞെടുക്കുക. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് കളയുക ഈ കുമ്പളങ്ങയിലുള്ള. ഇതുപോലെ ഞാനിത് മുഴുവനായിട്ട് പീഞ്ഞെടുക്കട്ടെ. ഈ കുമ്പളങ്ങ തോരൻ നമുക്ക് അധികം ആൾക്കാരും അങ്ങനെ ഉണ്ടാക്കാത്തൊരു തോരനാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുമ്പളങ്ങയൊക്കെ കിട്ടുമ്പോൾ തോരൻ വെച്ച് നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ തോരൻ കഴിക്കാൻ. കണ്ടപ്പോൾ ഇത്രയും വെള്ളം ഇപ്പോൾ ഈ കുമ്പളങ്ങയിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കി. അപ്പോൾ നമ്മൾ പിഴിഞ്ഞൊക്കെ എടുത്ത കുമ്പളങ്ങയാണിത്. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങേൻ്റെ അരപ്പുണ്ടല്ലോ, അതും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലൊന്ന് തിരുമ്മിയെടുക്കുക. എന്നിട്ട് ഉപ്പൊന്ന് നോക്കണം. നമ്മൾ ഈ സമയത്ത് നമ്മൾ കുമ്പളങ്ങ ഉപ്പിട്ട് വെച്ചതല്ല, അപ്പം ഇനി ഇതിൽ ഉപ്പ് കുറച്ചുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ ഒതുക്കിയപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തു. നോക്കിയിട്ട് വേണം നമ്മൾ ഇടാൻ. നമ്മൾ ഉപ്പിലിട്ട് 5 മിനിറ്റ് വെച്ചതുകൊണ്ട് കുറച്ച് ഉപ്പ് കുമ്പളങ്ങിൽ പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക്, ആ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് അരിമണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചുവന്ന വറ്റമുളകൊന്ന് മുറിച്ചിട്ട് അതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ തിരുമ്മി വെച്ച് കുമ്പളങ്ങ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചതുണ്ടല്ലോ, അതിട്ടിട്ട് നല്ല ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നല്ല ഇളക്കി നല്ല മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ നിങ്ങളിതുപോലെ കുമ്പളങ്ങയൊക്കെ തോരനുണ്ടാക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല, നല്ല പിഴിഞ്ഞെടുത്തതുകൊണ്ട് വെള്ളമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. വേഗം വേവണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. നമ്മൾ കുമ്പളങ്ങയ്ക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ല നൈസാക്കിയിട്ട് വേണം കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ കുമ്പളങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് തോരൻ മാറ്റിയിട്ടുണ്ട്. നമ്മളെ കുമ്പളങ്ങ തോരൻ ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ഇൻഷാ അല്ലാഹ്.